ഇനി ജനനായകന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ജനനായക റിലീസ് പ്രശ്നം വിജയ് മുൻകൂട്ടി കണ്ടിരുന്നു. ഇപ്പോഴത്തെ സംഭവങ്ങളിൽ അത്ഭുതമില്ല എന്ന് എസ്.എ. ചന്ദ്രശേഖർ. നടൻ വിജയുടെ അവസാനത്തെ ചിത്രമെന്ന വിശേഷണവുമായി എത്തുന്ന ജനനായകൻ്റെ റിലീസ് തടസ്സങ്ങളിൽ പ്രതികരിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവും സംവിധായകനുമായ എസ്.എ. ചന്ദ്രശേഖർ. സിനിമയുടെ റിലീസിന് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് വിജയ് മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഇക്കാര്യം വിജയ് മലേഷ്യയിൽ നടന്ന ഓഡിയോ ലോഞ്ചിനിടെ നിർമ്മാതാവിനോട് പറഞ്ഞിരുന്നതായും എസ്.എ. ചന്ദ്രശേഖർ വെളിപ്പെടുത്തി. തടസ്സങ്ങളില്ലാതെ ചിത്രം റിലീസ് ചെയ്തിരുന്നെങ്കിലാണ് തങ്ങൾ അത്ഭുതപ്പെടുമായിരുന്നു എന്നത് ബിഹൈൻഡ് വുഡ്സിന് നൽകിയ അഭിമുഖത്തിൽ ചന്ദ്രശേഖർ വ്യക്തമാക്കി. പ്രതിപക്ഷ കക്ഷികളുടെ ഇടപെടലുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമാണെന്നും എന്നാൽ അവ കേവലം ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രശ്നങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറയരുത്. നോക്കൂ, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളൊരു സിനിമ ചെയ്യുന്നു. ചിത്രത്തിന് നേരിടേണ്ടി വരുന്ന തടസ്സങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കതിൽ കുഴപ്പമില്ലേ എന്നാണ് വിജയ് ജനനായകൻ്റെ നിർമ്മാതാവിനോട് ചോദിച്ചത്. തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇത് നന്നായി പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങൾ അത്ഭുതപ്പെടുന്നില്ല. യാതൊരു തടസ്സമില്ലാതെ പുറത്തിറങ്ങിയതെങ്കിൽ ഞങ്ങൾ അത്ഭുതപ്പെട്ടേനെ, ചന്ദ്രശേഖർ കൂട്ടിപ്പറഞ്ഞു. എച്ച്. വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ വിജയുടെ അഭിനയ ജീവിതത്തിൽ സുപ്രധാന ചിത്രം ആയാണ് കണക്കാക്കപ്പെടുന്നത്. പൂജ ഹെഗ്ഡെ, മമിത ബൈജു, ബേബി ഡിയോൾ തുടങ്ങി വൻ താരനിര അണിനിരക്കുന്ന ചിത്രം ജനുവരിയിൽ പൊങ്കൽ റിലീസിനായി നിശ്ചയിച്ചിരുന്നതാണ്. എന്നാൽ ചിത്രത്തിന് പ്രദർശനത്തിനുള്ള അനുമതി ലഭിക്കാത്തതിനാൽ റിലീസ് അനിശ്ചിതമായി നീളുകയാണ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകളും ഇപ്പോൾ സജീവമാണ്. എന്നാൽ അടുത്തിടെ ചിത്രത്തിൻ്റെ ഹൈ ക്വാളിറ്റി പ്രിന്റ് ഓൺലൈനിലൂടെ ചോർന്നിരുന്നു. ചെന്നൈ സൈബർ ക്രൈം പോലീസിൽ ഫയൽ ചെയ്ത പരാതിയെ തുടർന്ന് ചോർച്ചയുമായി ബന്ധപ്പെട്ട് 9 പേരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ജനനായകനായി നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് സാരം. അപ്പോൾ വിജയുടെ അവസാന ചിത്രമെന്ന ഖ്യാതി ഈ ചിത്രത്തിനുണ്ട്, ജനനായകനുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം, വിജയെ പോലെ തന്നെ. അപ്പോൾ ഓൾറെഡി നമുക്ക് വിജയുടെ രാഷ്ട്രീയ ഭാവി എന്തായിത്തീരുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളും വാർത്തകളും അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.